ചെന്നൈക്കടുത്ത് ചെങ്കൽപ്പേട്ടിലായിരുന്നു കുമാർ ഉമ ദമ്പതികൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതായത് കുമാറിന് വിവാഹപ്രായത്തിയപ്പോൾ വീട്ടുകാർ ആലോചിച്ചിട്ടായിരുന്നു ഈ ഒരു ഉമ്മയുടെ കല്യാണാലോചനയും മറ്റുമൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് വയ്യാതാവുകയാണ്. അവർക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാണ്. അതിനുശേഷം നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 2 വർഷത്തോളെ അവർ ജീവിച്ചുള്ളൂ. അതായത് വിവാഹം കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞപ്പോഴേത്തിനും ഉമ്മ മരണപ്പെടുകയായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കുമാറും ആ 4 വയസ്സുള്ള കുട്ടിയും ഒറ്റയ്ക്കാവുകയാണ്. ആ ടൈമിൽ കുമാർ വേറെ വിവാഹമൊന്നും കഴിച്ചില്ല. തൻ്റെ കുഞ്ഞിനെയും നോക്കി ഒറ്റയ്ക്ക് അങ്ങനെ ജീവിക്കുകയായിരുന്നു. കുമാർ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കുമാറിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയായിരുന്നു ആ ഒരു കുഞ്ഞിനെ നോക്കിയിരുന്നത്. എന്നാൽ അമ്മയ്ക്കും പ്രായമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട് അവരെ കൊണ്ട് നല്ല രീതിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് കുമാർ ഒരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. കുമാർ അങ്ങനെ ആലോചിച്ചപ്പോൾ തനിക്കെന്തായാലും ഒരു കൂട്ടും വേണം, അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിന് ഒരു അമ്മയും വേണം. അങ്ങനെ വീണ്ടും വേറെ വിവാഹാലോചനകളും മറ്റുമൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. ലാസ്റ്റ് കസ്തൂരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആലോചന വരികയാണ്. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ഒരു ടൈമിൽ ഇവരുടെ കുഞ്ഞിന് ഏകദേശം 7 വയസ്സോളം പ്രായമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കാനായിട്ട് തുടങ്ങുകയാണ്. കുമാറിൻ്റെ 2ാം ഭാര്യയായിട്ടുള്ള കസ്തൂരിക്ക് ആ കുഞ്ഞിനെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. അതായത് വല്ലാത്ത രീതിയിൽ ആ കുഞ്ഞിനെ ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. അതായത് കുമാറുള്ള ടൈമിൽ നല്ല രീതിയിൽ നിൽക്കും, ആളില്ലാത്ത ടൈമിൽ ആ കുഞ്ഞിനെ ചീത്ത പറയുക, അടിക്കുക, മര്യാദക്ക് ഫുഡ് കൊടുക്കില്ല, വീട്ടിലുള്ള ജോലികൾ മുഴുവൻ ചെയ്യിപ്പിക്കും. അതായത് ഒരു വീട്ടുജോലിക്കാരനെ പോലെയായിരുന്നു ആ ഒരു കുഞ്ഞിനോട് അവർ പെരുമാറിയിരുന്നത്. അതായത് കുമാറുള്ളപ്പോൾ ഒരു സ്വഭാവം, കുമാറില്ലാത്തപ്പോൾ വേറൊരു സ്വഭാവമായിരുന്നു കസ്തൂരി ആ ഒരു പെൺകുട്ടിയോട് കാണിച്ചിരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് പറയാതെ ആ കുഞ്ഞ് കരഞ്ഞ് തൻ്റെ ജീവിതം തീർക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ കൊച്ചിന് 14 വയസ്സായി. ആ ടൈമിൽ പ്രായപൂർത്തിയാവുകയാണ്. അപ്പോൾ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. എന്നാൽ ആ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയും നടത്തിയില്ല. കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്തൂരിക്ക് ആ കുഞ്ഞിനെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും നടത്തണ്ട എന്നുള്ളൊരു വാശി കസ്തൂരി പിടിക്കുകയാണ്. ആ ഒരു രീതിയിൽ തന്നെ അത് പോവുകയാണ്. പിന്നെ കസ്തൂരിക്ക് ആ കുട്ടിയോട് ഇത്ര ദേഷ്യം തോന്നാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ കുമാറിനും കസ്തൂരിക്കും കൂടെ വേറെ കുഞ്ഞുങ്ങളൊന്നും തന്നെ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ എത്രത്തോളമൊക്കെ ട്രൈ ചെയ്തിട്ടും അവർക്ക് വേറെ കുട്ടികളൊന്നും തന്നെ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ തനിക്ക് കുഞ്ഞ് ജനിക്കാത്തതിൻ്റെ ദേഷ്യം കൂടെ ആ കുട്ടിയുടെ അടുത്തായിരുന്നു ഇവർ തീർത്തിരുന്നത്. ആ കുട്ടീനെ അടിക്കുക, ചീത്ത പറയുക, അങ്ങനെയായിരുന്നു അവർ ദേഷ്യം തീർത്തിരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കുമാറിന് തൻ്റെ മകളോട് നല്ല സ്നേഹമായിരുന്നു. എന്നാൽ എല്ലാം തന്നെ തകിടം മറിയുകയാണ് വളരെ പെട്ടെന്ന്. അതായത് കുമാർ വളരെ നീചനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയായിരുന്നു. ഒരു ദിവസം ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് കള്ളുടിച്ചിട്ടായിരുന്നു വീട്ടിൽ വന്നത്. ആ ഒരു സമയത്ത് തൻ്റെ മകളെ കണ്ടപ്പോൾ ആളുടെ ഉള്ളിൽ വേറെ തരത്തിലുള്ള വികാരങ്ങൾ ഉണരുകയാണ്. തൻ്റെ മകളാണെന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ ഒരു കാമക്കണ്ണോട് കൂടിയിട്ട് തൻ്റെ മകളെ അയാൾ നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അയാൾ തൻ്റെ റൂമിൽ പോയിട്ട് മകളെ വിളിച്ചു. അപ്പോൾ ഈ മകൾ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും എടുത്തു കൊടുക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിളിക്കായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ പെൺകുട്ടി നേരെ ആ ഒരു മുറിയിലോട്ട് പോവുകയായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ആ പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്യുകയായിരുന്നു. മദ്യലഹരിയിൽ തൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് പോലും നോക്കാതെ ആ പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്യുകയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് അറിയാതെ ആ കുട്ടി തൻ്റെ മുറിയിൽ പോയി ഇങ്ങനെ ഇരുന്ന് കരയായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് കസ്തൂരി വീട്ടിലുണ്ടായിരുന്നില്ല. അവർ പുറത്തു പോയിരിക്കുകയായിരുന്നു. അങ്ങനെ രാത്രി ടൈമായപ്പോൾ കസ്തൂരി വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് രണ്ടാനമ്മ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം തൻ്റെ രണ്ടാമമ്മയോട് പറയാനായിട്ട് ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ആ പെൺകുട്ടി പറയാണ്. അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറി, എനിക്ക് എന്താ ചെയ്യാമെന്നറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ കസ്തൂരിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നേരെ കുമാറിൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുക, അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ പെൺകുട്ടിയോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നെന്തായാലും നടന്നു, നീ ഇത് പുറത്ത് ആരോടും പറയണ്ട, ഇതിപ്പോൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ മാനം പോവും, അതുപോലെ തന്നെ നിൻ്റെ ജീവിതം നശിക്കും. സോ ഇത് ആരോടും പറയണ്ട, മറച്ചു വെക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലായിരുന്നു കസ്തൂരി ആ പെൺകുട്ടിയോട് പറഞ്ഞത്. ഇത്രത്തോളമൊക്കെ ക്രൂരായിട്ടുള്ള രണ്ടാനമ്മയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് കരുതിയിട്ടായിരിക്കാം ആ കുട്ടി കസ്തൂരിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. എന്നാൽ കസ്തൂരി
എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കൂട്ടു നിൽക്കുന്ന സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ അവിടെ കൊണ്ടൊന്നും തന്നെ നിർത്താനായിട്ട് ഇവർ തയ്യാറായില്ല. അയാൾ വീണ്ടും വീണ്ടും ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ്. ആൾ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ട് ജ്യൂസിലും മറ്റുമൊക്കെ മദ്യം കലർത്തിയിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കും. അതിനുശേഷം ആ പെൺകുട്ടിയെ കുറച്ച് ലഹരി തലക്ക് പിടിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യും. ഇതിനൊക്കെ ഈ കസ്തൂരി കൂട്ടു നിൽക്കും. അങ്ങനെയായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതം കടന്നുപോയത്. അങ്ങനെ 1 മാസക്കാലത്തോളം ഈ പെൺകുട്ടി ആ ടോർച്ചർ അനുഭവിക്കുകയാണ്. ആരോട് പറയും, എന്ത് പറയും, എങ്ങനെ പറയുന്നൊന്നും തന്നെ ആ കുട്ടിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച രണ്ടാനമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛന് കൂട്ടു നിൽക്കുകയും കൂടെ ചെയ്യുകയാണ്. മെൻ്റലിയും ഫിസിക്കലിയും ആകെപ്പാടെ ആ പെൺകുട്ടി തകർന്നു പോവാണ്. ഇനിയും ഈ വീട്ടിൽ തനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ആ പെൺകുട്ടി തിരിച്ചറിയുകയാണ്. അപ്പോൾ വീട് വിട്ടിറങ്ങാനായിട്ട് ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിലാരോടും പറയാതെ വീട്ടിൽ നിന്ന് ഒളിച്ചു പോവുകയായിരുന്നു ആ കുട്ടി. നേരെ ചെന്നൈയിലുള്ള മെറീന ബീച്ചിലോട്ടായിരുന്നു ആ കുട്ടി പോയത്. അവിടെ ആ ഒരു ബീച്ചിൽ ചെന്നിരുന്ന് ആ കുട്ടി കരയാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു ടൈമിൽ ബീച്ചിൽ റൗണ്ട്സിന് ഇറങ്ങിയ പോലീസുകാർ ഇതുപോലെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണുകയാണ്. അവർ നോക്കിയപ്പോൾ കുറേ നേരമായിട്ട് ആ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കിരുന്ന് കരയാണ്. സോ അവർ നേരെ ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് മോളെ പേര്, കൂടുള്ളവരൊക്കെ എവിടെ, ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്, എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ഈ പെൺകുട്ടി കരയുകയല്ലാതെ അവരുടെ അടുത്ത് ഒന്നും തന്നെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. പോലീസുകാർ എന്ത് ചോദിച്ചിട്ടും ആ പെൺകുട്ടി ഒരു റെസ്പോൺസും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പോലീസുകാർ വുമൺ സെല്ലിലുള്ള ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയാണ്. ഉടനെ തന്നെ 2 വനിതാ കോൺസ്റ്റബിൾമാർ സ്ഥലത്തോട്ടെത്തുകയായിരുന്നു. അവരും ഇതേപോലെ തന്നെ പേരെന്താണ്, അതുപോലെ തന്നെ വീട് എവിടെയാണ്, എന്താണ് കരയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. എന്നാലും ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ണാപ്പേട്ടുള്ള ഒരു ഷെൽട്ടർ ഹോമിലോട്ട് ആ പെൺകുട്ടിയെ മാറ്റുകയാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടും ആ പെൺകുട്ടി വായ തുറക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ആ പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുത്തു. ആദ്യം ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ ആ പെൺകുട്ടി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിക്ക് ധൈര്യം കൊടുക്കുകയാണ്. എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ തുറന്ന് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പതിയെ ഇവരിൽ ആ പെൺകുട്ടിക്ക് ഒരു വിശ്വാസം വരികയാണ്, ധൈര്യം വരികയാണ്. അങ്ങനെ ആ പെൺകുട്ടി തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയുകയാണ്. തൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിലെ മരിച്ചതാണെന്നും അതിനുശേഷം അച്ഛനായിട്ടുള്ള കുമാർ കസ്തൂരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചെന്നും പിന്നീട് വീട്ടിൽ എന്നും ടോർച്ചറിങ് ആയിരുന്നെന്നും ഫിസിക്കലി മെൻ്റലി ഒക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നെന്നും വീട്ടുജോലി മുഴുവൻ എടുപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം പോലും മര്യാദക്ക് കൊടുത്തിരുന്നില്ല. ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. എന്നാൽ അതിനുശേഷം തൻ്റെ സ്വന്തം അച്ഛൻ തന്നെ റേപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അത് തൻ്റെ രണ്ടാനമ്മയോട് പറഞ്ഞപ്പോൾ അവർ അതൊന്നും കാര്യമാക്കിയില്ല. അച്ഛന് കൂട്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള കഥകളെല്ലാം തന്നെ ആ പെൺകുട്ടി ആ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്. ഇത്തരത്തിലുള്ളൊരു സ്റ്റോറി കേട്ട് ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടിപ്പോവുകയായിരുന്നു. അവർ ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കി നേരെ തന്നെ അവർ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അവിടെ എത്തി കുമാറിനെയും കസ്തൂരിയെയും അവർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ അവരൊന്നും അറിയില്ല എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും പോലീസുകാർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ നടന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുകയായിരുന്നു. അങ്ങനെ പോക്സോ ആക്ടിൻ്റെ അണ്ടറിൽ കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണ്. ഈ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണല്ലേ ഈ ഒരു ലോകത്ത് നടക്കുന്നത്? ആ ഒരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥ എന്താണല്ലേ? അതായത് വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു, പിന്നീട് എന്താ പറയുക അച്ഛൻ്റെ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിൽ ആ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും പോരാത്തതിന് അച്ഛൻ ഇതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാണ്. അത് എന്നിട്ട് രണ്ടാനമ്മയോട് പറഞ്ഞപ്പോൾ രണ്ടാനമ്മയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂട്ട് തന്നു. അങ്ങനെ എന്താ പറയുക, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഇവരൊക്കെ എങ്ങനെ മനുഷ്യന്മാരാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ആ ഒരു പെൺകുട്ടി കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഒരു സാധാരണ ജീവിതത്തിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ കരകയറി ആ പെൺകുട്ടി വരാനായിട്ട് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. നമ്മളെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പല ഇൻസിഡൻസും നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റോറിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.